वीडियो बंद ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അമ്രുലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇതാണ് നമ്മൾ താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ, നമ്മൾ പാക്കേജിൻ്റെ ഭാഗമായിട്ട് താമസിച്ച റൂം. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇന്നലെ ശ്രീനഗർ വൈകുന്നേരം എത്തിയതാണ്. നമ്മളെ വന്ദേ ഭാരതിൽ ശ്രീനഗറിൽ എത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ സോനാമാർഗ് പോവാം. സ്റ്റേ ഇവിടുന്ന് എന്തായാലും ഒരു 1.5 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ട് ക്യാബിൽ. പാക്കേജിൻ്റെ ക്യാബാണ് സോനാമാർഗിലേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ ലോക്കൽസിൻ്റെ കാറും കാര്യങ്ങളും എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാശ്മീരിൻ്റെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രീനഗർ രണ്ടാമത്തെ ദിവസമാണ്, പക്ഷേ ഔട്ടിങ് ഫസ്റ്റത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ സോനാമാർഗിലേക്കാണ്. അവിടെ മഞ്ഞുണ്ടോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പോയാലേ അറിയുള്ളൂ. മഞ്ഞൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോയി നോക്കാം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ചെറിയ ചായ എടുക്കാൻ പോകും. ഈ ഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇതൊരു ബാർബിക്യൂ ഷോപ്പായിരുന്നു, കബാബ് ബാർബിക്യൂ ഷോപ്പ്. ഇന്ന് രാവിലെ വന്നപ്പോൾ ഒരു ചായയും ബെന്നും വിൽക്കുന്ന ഒരു കടയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചായടിക്കാൻ വന്നതാണ്. അപ്പോൾ ചായടിക്കാൻ വന്നപ്പോൾ ഈ സ്ട്രീറ്റിൽ കാണുന്നതാണ് ഇത് കേട്ടോ. അടിപൊളി സാധനങ്ങൾ എല്ലാം കിട്ടല്ലോ. ജിമ്മാനാണ്, അതുകൊണ്ട് മുട്ട ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതാ മസാല ചായ ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചായ, കാശ്മീരി ചായ. കുഴപ്പമില്ല കേട്ടോ, ചായ കുഴപ്പമില്ല. മസാല ചായയാണ്. എന്തല്ലേ കടിക്ക് ഇതാണ് ഇട്ടത്. ഇത് വല്ല പോയ മധുരമാണ് ഇട്ടത്, പക്ഷെ മധുരമല്ല, സാധാ നമ്മളെ പപ്സ് തിന്ന പോലെ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് സോനാമാർഗിലേക്ക് യാത്ര തുടങ്ങുകയാണ്. സമയം 7:45 രാവിലെ. അപ്പോൾ ഈ ഷോപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ വന്നപ്പോൾ നമ്മളത് ബാർബിക്യൂ ഷോപ്പായിരുന്നു, രാവിലെ വന്നപ്പോൾ ചായക്കടയാണ്. അവസരങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്, ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ബിസിനസ്സുകൾ ആരംഭിക്കുക എന്നാണ് എനിക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ചെമ്മരിയാടും പാലും ആണ് ആ ഗുഡ്സിൽ കയറി പോകുന്നത്. ഇവിടെ പലയിടങ്ങളിലേക്ക് ആടിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇന്ന് പോകുന്നത് സോനാമാർഗിലേക്ക് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. പിറ്റേന്ന് ഇവിടെ പെരുന്നാളാണ് വരുന്നത്. ഇവിടെ ബലി ഇറക്കുന്നത് ആടിനെയാണ്, പോത്തിനെ സ്വമേധയാ കുറവാണ്. അപ്പോ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഫ്രീ ഉള്ളത്, ഇവിടെ ഫ്രീ ഉണ്ട്. അപ്പൊ ഇവിടെ ഫ്രീ, അതായത് കാശ്മീരിലെ ഫ്രീ ബസ് ആട്ടത് വുമൺസിനുള്ളത്, ലേഡീസിന് ഫ്രീ ബസ്. അപ്പൊ നമ്മള് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല ഫ്രീ ബസ് ഉള്ളത്. അപ്പോ പിന്നെ ഇവിടെ ഇത് AC ബസ് ഉണ്ട് ഇവർക്കുള്ളത്. AC ബസ് ലേഡീസിന് മാത്രമുള്ള ബസ് ഉണ്ടത്, AC ബസ്. കാശ്മീരിലെ AC ബസ്. ഇവിടെ AC ബസിന്റെ ഒരു ആവശ്യമില്ല, പക്ഷെ ഇവിടെ AC ബസ് വന്നിരിക്കുകയാണ് ഇവിടെ. ശ്രീനഗറിൻ്റെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രീ ബസ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും 10 മിനിറ്റ് കൂടുമ്പം ശ്രീനഗറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ബസ് ഓടുന്നുണ്ട്. ഇത് യൂണിയൻ ടെറിട്ടറിയിലേക്കുള്ള ടോളാണ് പിരിക്കുന്നത്, അഥവാ കേന്ദ്രഭരണ പ്രദേശത്തിലേക്കുള്ള ടോള്. ജമ്മു കാശ്മീർ 2019 ഒക്ടോബർ 31 വരെ ജമ്മു കാശ്മീർ ഒരു പ്രത്യേക പദവിയിലുള്ള സംസ്ഥാനമായിരുന്നു. എന്നാൽ 2019 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ചെയ്തു. തുടർന്ന് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശമായി വിഭജിക്കുകയും ചെയ്തു.
ബ്ലോക്ക് ചെയ്തല്ലേ? ഇത് ഇതാണ് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ റിവർ നമ്മളെ പ്രശ്നമുള്ള സമയത്ത്. വൈൽഡ് ബ്രിഡ്ജ്. വൈൽഡ് ബ്രിഡ്ജ് ഇതാണ് നമ്മളെ യുദ്ധം നടന്നപ്പം പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടോ. ഈ പുഴയിലാണ് നമ്മള് പാകിസ്ഥാനിക്ക് പോകണം കേട്ടോ. പാകിസ്ഥാനിക്ക് അത് പാകിസ്ഥാനാട്ട സീനാണ്. അപ്പൊ ഇതാണ് ബ്ലോക്ക് ചെയ്തത്. ആ പുഴയാണ് പിന്നെ പാകിസ്ഥാനിക്ക് പോണത്. അപ്പോ യുദ്ധം നടന്നപ്പം ബ്ലോക്ക് ചെയ്ത പുഴയാണത്. സ്നോയനാ പോകനെ. Ladakh 400 kilometers. Ladakh 400 kilometers. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നേരെ ചെന്നെത്തുന്നത് ലേ, ലഡാക്ക്, കാർഗിൽ, സോനാമർഗ് എന്നിവിടങ്ങളിലേക്കാണ്. സോനാമർഗിലേക്ക് 15 കിലോമീറ്ററും ലേയിലേക്ക് 360 കിലോമീറ്ററും കാർഗിലേക്ക് 135 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിപ്പോൾ സോനാമർഗ് ടണലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 8650 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്യാധുനിക തുരങ്കപാതയാണ് കേട്ടോ. NH1 മഞ്ഞുവീഴ്ചയും മഞ്ഞിടിച്ചിലും മൂലം തടസ്സപ്പെട്ടിരുന്ന അപകടകരമായ റോഡിന് പകരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തുരങ്കത്തിന് നീളം എന്ന് പറയുന്നത് 6.5 കിലോമീറ്ററാണ്. സമീപന റോഡുകൾ ഉൾപ്പെടെ ആകെ 11.98 കിലോമീറ്ററാണ് ഈ പ്രോജക്റ്റിൻ്റെ നീളം. ഇരുവശത്തേക്കും വാഹനങ്ങൾ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ടണൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. തുരങ്കത്തിനുള്ളിലെ റോഡിന് 10.8 മീറ്റർ വീതിയുണ്ട്. പരമാവധി മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. മണിക്കൂറിൽ 1000 വാഹനങ്ങൾ വരെ കടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലെ സുരക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ പ്രധാന തുരങ്കത്തിന് സമാന്തരമായി 7.5 മീറ്റർ വീതിയുള്ള ഒരു എസ്കേപ്പ് ടണലും കൂടിയുണ്ട്. ഭാരമേറിയ വലിയ വാഹനങ്ങൾക്ക് സാവധാനം സഞ്ചരിക്കാൻ 3.7 കിലോമീറ്റർ നീളമുള്ള പ്രത്യേക ലൈനുമുണ്ട്. ഈ പാതയിൽ 2 വലിയ പാലങ്ങളും ഒരു ചെറിയ പാലവുമുണ്ട്. കൃത്യമായ വായുസഞ്ചാരം ഉറപ്പാക്കാൻ അത്യാധുനിക ജെറ്റ് ഫാനുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. 2025 ജനുവരി 13 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ആകെ ചെലവ് ഏകദേശം 2717 കോടി രൂപയാണ്. NHIDSLൻ്റെ മേൽനോട്ടത്തിൽ ആപ്കോ ഇൻഫ്രോടെക്കാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 6 കിലോമീറ്റർ സഞ്ചരിച്ച് സോനാമർഗിലേക്കുള്ള എൻട്രി എടുത്തിരിക്കുകയാണ്. വിൻ്റർ ടൈമിലൊക്കെ ഇവിടെ നല്ലപോലെ മഞ്ഞ് പുതച്ച് കിടക്കും. ഇപ്പം തന്നെ നമ്മൾ മഞ്ഞ് ഉരുകിയിട്ടൊന്നുമില്ല. മലൻ്റെ മുകളിൽ മഞ്ഞ് ചെറുതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മഞ്ഞ് ഫസ്റ്റ് ആദ്യമായി കാണുന്നത് ഈ സോനാമർഗിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. സോനാമർഗ് ടണൽ. ആ ടണലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ഇതാണ് മക്കളെ സോനാമർഗ്, പ്രോപ്പർ സോനാമർഗ്. ശ്രീനഗറിൽ നിന്നും 80 കിലോമീറ്ററിൽ 2.5 മണിക്കൂർ താണ്ടിയിട്ടാണ് സോനാമർഗിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതാണ് സോനാമർഗിലെ ടാക്സി സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോണിയും പ്രൈവറ്റ് ടാക്സിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇത് ബാർഗെയിൻ ചെയ്യുന്ന കാഴ്ചയാണ്. സോനാമർഗിൽ ടാക്സിയും ബോണിയും ഒക്കെ ബാർഗെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കച്ചറ കൂടി നിൽക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയിലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് ബോണിയുടെ ഏജൻറ്റും ഡ്രൈവറും തമ്മിൽ നല്ല വാക്കുതർക്കം നടന്നിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വീഡിയോ ഓഫാക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ലാംഗ്വേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ലപോലെ റേറ്റ് അവർ പറയും. ആ റേറ്റിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. നമ്മൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക. നല്ല റേറ്റ് നിങ്ങൾക്ക് കിട്ടും. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ കഴുതകൾ എവിടെയൊക്കെ പോകുന്നു ചുക്ക് ചോദിക്കണം. ഫേസ് 1 ഫേസ് 2 കഴുതകൾ പോകുമെന്നും 0 പോയിന്റിലേക്ക് കഴുതകൾ പോകുമെന്നൊക്കെ നിങ്ങൾ ചോദിക്കണം. 0 പോയിന്റിലേക്ക് കഴുത പോകില്ല. അതേപോലെ ഫേസ് 2ലേക്കും കഴുത പോകില്ല. വാലി സൈഡിൽ കൂടെ മാത്രമാണ് കഴുത പോകുന്നത്. അത് നല്ല റേറ്റും പറയുന്നുണ്ട്. പക്ഷേ ആ റേറ്റിലൊന്നും നിങ്ങൾ വീഴാൻ പാടില്ല. നിങ്ങൾ ചെറിയ റേറ്റിന് നിങ്ങൾക്കത് അഫോർഡബിൾ ആയിട്ട് കിട്ടും. നമ്മുടെ ക്യാബ് ഡ്രൈവർ ഒരാളോട് ഏജൻറ്റിനോട് സംസാരിച്ച് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഗവൺമെൻറ് പ്രോപ്പർ റേറ്റാണ്, ഫിക്സഡ് റേറ്റാണ്, അത് കുറയില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ അടുത്ത് മുട്ടിയപ്പോൾ നമുക്ക് റേറ്റ് കുറച്ചെന്ന് ഡ്രൈവർ അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ഡ്രൈവർ കുറേ കച്ചറ ഉണ്ടാക്കി. അതുകൊണ്ട് പോണാട്ടിൽ കൂടുതൽ കുറച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. വാശിയിൽ നമുക്ക് 4000 രൂപയ്ക്ക് ചെയ്തു തന്നു. അപ്പോൾ അതും 0 പോയിന്റ് വരെ നമുക്ക് ചെയ്തു തന്നിട്ടോ. 0 പോയിന്റിലേക്ക് നമുക്ക് 6000 രൂപക്ക് കൊടുക്കേണ്ടി വരും. ചിലവർ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഈ വാശി പുറത്താണ് നമുക്ക് 4000 രൂപക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു വലിയ കിട്ടൽ തന്നെയാണ്. ബോണി നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. അത് മൗണ്ടൻസിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. അത് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് കിട്ടും. 0 പോയിന്റിലേക്ക് കാർ മുഖേനയാണ് പോകുന്നത്. അപ്പൊ നമ്മള് സോനമർഗില് ടാക്സിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാല് ബോണി റൈഡില് 0 പോയിന്റിലേക്ക് പോകില്ല. അപ്പൊ ടാക്സിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടാക്സിയിലാവുമ്പോ 4 പേർക്ക് 1000 രൂപയ്ക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0 പോയിന്റ് വരെ. അപ്പൊ നമ്മളത് എടുത്തിട്ടുണ്ട്. 1000 രൂപ അല്ലേ ഒരാൾക്ക്? 1000 രൂപയ്ക്ക് ഒരാൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മക്കളെ നല്ലൊരു ബാർഗെയിനിങ് കഴിഞ്ഞ് നമ്മൾ സോനാമർഗിൽ നിന്ന് 0 പോയിന്റിലേക്ക് പോവുകയാണ്. അഥവാ സോജില പാസിലേക്ക്. 11,649 അടിയിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. ആ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അതായത് സോനാമർഗിൽ നിന്ന് 30 കിലോമീറ്ററാണ് റണ്ണിങ്ങിൽ. 1.5 മണിക്കൂർ ഏകദേശം റണ്ണിങ് ഉണ്ട്. നവംബർ മുതൽ ഏപ്രിൽ വരെ ഇത് റോഡ് ക്ലോസ് ആയിരിക്കും കേട്ടോ. മെയ് മുതൽ ഒക്ടോബർ വരെയാണ് റോഡ് ഓപ്പണായി കിടക്കുന്നത്. അങ്ങനെയാണ് ഈ മെയ് മാസത്തിൽ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തിൽ പോന്നാൽ മാത്രമേ നമുക്ക് ഈ റോഡ് ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞും നമുക്ക് വേനലും അതുപോലെ പച്ചപ്പും എല്ലാം കാണാം. അല്ലാ എവിടെയല്ലേ പോയത്? അപ്പോൾ നമ്മൾ സോനാമർഗിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സോനാമർഗിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയാണ്, വണ്ടി ഇങ്ങനെ നിർത്തിയാണ്. മഞ്ഞൊരുക്കാണ്ട് വരുന്ന വെള്ളം ഇട്ടത്. എത്രത്തോളം ഭീകരമായ വെള്ളമാണ്. അവിടെ മഞ്ഞിൻ്റെ മല, ഇവിടെ കപ്പിൾസ് ഫോട്ടോസ്, ഇവിടെ മഞ്ഞിൻ്റെ മല. ഇതാണ് നമ്മളെ ക്യാബ്. ഓക്കെ, പിന്നെ ചെമ്മരിയാടുകളൊക്കെ കയറി പോണ്. ഫുള്ള് പോകുന്നുണ്ടോ ചെമ്മരിയാടുകൾ. അപ്പോൾ നമ്മൾ പോകുന്നത് 0 പോയിന്റിലേക്കാണ് പോകുന്നത്. 0 പോയിന്റിലേക്ക് പോകാൻ ഇവിടുന്ന് 35 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുതിയ ക്യാബ് ഡ്രൈവറാണ്. സോനാമർഗിൽ നിന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. നാം ക്യാ?
Always Khan. Always Khan. ഉവൈസ് ഖാൻ. ഉവൈസ് ഖാൻ. O-W-A-I-S. ഉവൈസ് ഖാനാണ് മുമ്പേ പേര്. Khan. ഉവൈസ് ഖാൻ. അപ്പോൾ നമ്മൾ സോനമാർഗിൽ നിന്ന് 35 കിലോമീറ്റർ ആണ് പറയണത്. അപ്പോൾ 0 പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലഡാക്കിന്റെ ബോർഡർ, ലഡാക്ക് ബോർഡർ തന്നെ, ലഡാക്ക് ബോർഡർ. അപ്പോൾ പിന്നെ എന്താ പറയാ, ലഡാക്ക് ബോർഡറിലേക്ക് 35 കിലോമീറ്റർ. കുറെ ബാർഗൈൻ ചെയ്തു. 1200 രൂപക്ക് ബോണി തരാന്ന് പറഞ്ഞില്ല. ആദ്യം 1800 പറഞ്ഞു. 1800 രൂപക്ക് ബോണി പറഞ്ഞാല് കുതിര അല്ലെങ്കിൽ കഴുത, അതിന് പോകാനാണ് ബോണി എന്ന് പറയുന്നത്. ബോണിക്ക് 1800 പറയുന്നുണ്ട്. അപ്പോൾ 350 രൂപക്കൊക്കെ പോകും. പക്ഷെ നിങ്ങൾക്ക് ബോണി പോകുന്നത് ചെറിയ സ്ഥലത്ത് കൂടെ മാത്രമേ പോകുള്ളൂ. ഫേസ് 2-ലോ ഫേസ് 1-ലോ ബോണി പോകില്ല. 1200-നാണ് ഒരു ഫേസ് 2-ലേക്ക് പോകുന്നതാണ്. പക്ഷെ അപ്പോൾ 0 പോയിന്റിലേക്ക് ബോണി പോകില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാർ എടുത്തിട്ട്, കാറ് 0 പോയിന്റിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 0 പോയിന്റിലേക്ക് ക്യാബ് മാത്രമേ പോവുള്ളൂ, ബോണി പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്യാബ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല യാത്രയാണ് തോന്നുന്നുണ്ട്. These trucks are coming from Ladakh. ഈ ട്രക്കൊക്കെ വരുന്നത് ലഡാക്കിൽ നിന്നാണെന്നാ പറഞ്ഞത്. അപ്പോൾ ലഡാക്കിന്റെ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് 0 പോയിന്റ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ലാസ്റ്റ് പെർ ഹെഡ് 1000 രൂപ. ഇവിടെ 35 കിലോമീറ്റർ ഉണ്ട് ക്യാബ്. പിന്നെ അവിടെ നിന്ന് കിട്ടും, മറ്റേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ കാണുന്ന കാഴ്ച നല്ല അടിപൊളിയാണ്. ഇവിടൊക്കെ പിന്നെ സീസൺ ടൈമില് ഫുഡൊക്കെ മഞ്ഞുണ്ടാവും കേട്ടോ. इधर अभी बाथरूम निकाली है, बाथरूम से वो तो हो गया. अभी सोनामार्ग जा रहा है. Assalamu alaikum. Walaikum assalam. When Last village of Kashmir. Last Where the village. Kashmir ends and Ladakh starts. 7006 91 called Sarbar. 885 SERBAL. ये लास्ट विलेज Sarbar. खत्म होने के बाद यहाँ से आगे लद्दाख. लद्दाख. हाँ. അതല്ലേ ये लोग भी यहाँ only 6 months रहते हैं, बाकी टाइम सर्वाइव नहीं कर पाते. हाई स्नोफॉलिंग होती है यहाँ पे. हेलो. 6 മാസം ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഹൈ സ്നോഫോൾ. हाँ वरियो. അപ്പോൾ സർബൽ വില്ലേജ് ആണ് ആ കാണുന്നത്. ലാസ്റ്റ് വില്ലേജ് ആണ് അത്. അതായത് കാശ്മീരിന്റെ ലാസ്റ്റ് വില്ലേജ്. हाँ कश्मीर का. കാശ്മീരിന്റെ ലാസ്റ്റ് വില്ലേജ് ആണ് കാണുന്നത് കേട്ടോ. രസാറിയാ കാണാന്. അത് നോക്കേ. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? കാശ്മീരിന്റെ ലാസ്റ്റ് വില്ലേജ്, സോനാമാർഗ്,
കണ്ടു. അതേപോലെ അടുത്തതായിട്ട് 0 പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ 0 പോയിന്റ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് നോക്ക് 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 നോക്ക്. അപ്പൊ അമർനാഥിലേക്ക് ട്രക്കിങ് ആണ്. हाँ ट्रैक करके अमरनाथ ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ. അമർനാഥിലേക്ക് പെഹൽഗാം വഴിയും ബൽത്താൽ വഴിയും ട്രക്ക് ചെയ്തു പോകാം. സോനമർഗിലെ ബൽത്താൽ വഴി ദൂരം കുറവാണെങ്കിലും പാത വളരെ കുത്തനെയുള്ളതും ബുദ്ധിമുട്ടുള്ളതുമാണ്. ഏകദേശം 14 കിലോമീറ്ററാണ് ബൽത്താൻ വഴി, അതായത് ഈ വഴിയിലൂടെ ഉള്ളത് കേട്ടോ. പെഹൽഗാം വഴിയാണെങ്കിൽ 36 കിലോമീറ്റർ ആണുള്ളത്. എന്താണ് അമർനാഥ്? അമർനാഥ് ജമ്മു കാശ്മീരിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ ഏകദേശം 3858 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പ്രകൃതിദത്ത ഗുഹയും തീർത്ഥാടന കേന്ദ്രവുമാണ് അമർനാഥ് കേട്ടോ. ഗുഹയ്ക്കുള്ളിൽ മഞ്ഞുതുള്ളികൾ വീണ് സ്വാഭാവികമായി രൂപപ്പെടുന്ന ശിവലിംഗമാണ് അമർനാഥിലെ പ്രധാന ആകർഷണം. വേനൽക്കാലത്താണ് ഇത് രൂപപ്പെടുന്നത്. ചന്ദ്രൻ്റെ ഘട്ടങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പരമശിവൻ പാർവതി ദേവിക്ക് അമരത്വത്തിൻ്റെ രഹസ്യം ഉപദേശിച്ചു കൊടുത്തത് ഈ ഗുഹയിൽ വെച്ചാണെന്നാണ് സങ്കല്പം. എല്ലാ വർഷവും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മാത്രമാണ് ഗുഹയിലേക്കുള്ള തീർത്ഥാടനം നടക്കാറുള്ളത്. അതിലെ പോവാളൂ കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോവാം. ഇങ്ങനെ കറങ്ങി പോകാം. सोजिला पास का 0 पॉइंट का नाम सोजिला पास रोड का नाम. हाँ रोड का नाम सोजिला पास है. रोडिന്റെ പേരാണ് സോജില പാസ്. 0 पॉइंट का नाम क्या है? 0 पॉइंट का 0 पॉइंट. 0 पॉइंट कॉमेडी. 0 पॉइंट का नाम 0 पॉइंट. 0 पॉइंट दूसरा नहीं है. ओके मैं इपड़ को क्या है because a lot of stones are coming from this side. That's why ബജ്രിനാല അതാണ് ബജ്രിനാല. ഇപ്പൊ സ്നോന്റെ എടുത്തെത്തിക്കണേ കുറച്ച് കൂടി ആയാല് അയ്യോ നല്ല കട്ടറാണ്. കട്ടറിൽ പോയിക്കൊണ്ടിരിക്കാണ്. വെരി ഡേഞ്ചറസ് റോഡ് എന്നാണ് പറഞ്ഞത്. നല്ല അപകടം നിറഞ്ഞ പാറക്കഷ്ണങ്ങൾക്കിടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ. പാറകഷ്ണങ്ങൾ നല്ല മൂർച്ചയുള്ള പാറകഷ്ണങ്ങളാണ്. ഈ ഡേഞ്ചറസ് റോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പാറകഷ്ണങ്ങൾ ഏത് നിമിഷവും പൊടിഞ്ഞു പോരാട്ടോ. ഏത് നിമിഷവും ഈ റോഡിലേക്ക് പൊടിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡേഞ്ചറസ് റോഡ് എന്ന് പറയുന്നത്. ഏത് നിമിഷവും കണ്ടോ പൂർത്ത കല്ലുകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഈ മുകളിൽ മഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലാൻഡ് സ്ലൈഡിങ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ പാറകഷ്ണങ്ങൾ എപ്പോഴും ഈ റോഡിലേക്ക് വീഴാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡേഞ്ചറസ് റോഡ് എന്ന് പറയുന്നത് കേട്ടോ.
നമ്മൾ മഞ്ഞിൻ്റെ അടുത്തെത്തി. ഇതാണ് മഞ്ഞ് കേട്ടോ, വാരി വിതറി മഞ്ഞ് വാരി വിതരം. ഇതാ 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 മഞ്ഞിൻ്റെ കൂര വലുത്. അത് നോക്കി വെള്ളം ഒഴിച്ചു. കണ്ടോ കല്ല് കല്ല്. സോച്ചില പാസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഡേഞ്ചറസ് റോഡാണ്. സ്നോ ഉണ്ടോ? സ്നോ 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 സ്നോ. മഞ്ഞ് കിട്ടി 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 മഞ്ഞ് കിട്ടി വെച്ചത്. മഞ്ഞ് മഞ്ഞ് ജാക്കറ്റ് ഇനി മേടിക്കണ്ട. ആ മതി. പറയണായിരുന്നു. देखो मत है कोई ट्री लद्दाख में। लद्दाख ऐसे ही सूखा होता है। ये लद्दाख है ना? ये लद्दाख का एरिया है। लद्दाख एरिया ये लद्दाख लद्दाख ये लद्दाख एरिया पक्का। അപ്പൊ നമ്മള് 0 പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് 0 പോയിന്റ് കേട്ടോ. അച്ഛന്മാരെ ആ കാണുന്നതാണ് 0 പോയിന്റ്. നല്ല മഞ്ഞ്, ഇവിടെയൊക്കെ മഞ്ഞ്. ഇനി മഞ്ഞില് നമ്മള് കളിക്കാൻ പോവാണ് ഗൈസ്. മഞ്ഞില് നമ്മള് കളിക്കാൻ പോവാണ്. ഇങ്ങനെ വിളിക്കാൻ വണ്ടി നിർത്തിയിട്ട് വേണം നല്ലേക്കൊന്ന്. ഷൂ നഷ്ട ഇതൊക്കെ പറ്റും, അതൊക്കെ പറ്റും, അതൊക്കെ പറ്റും. ഇത് റഫ്യൂസ് ആണ്. കോട്ടന് വേണ്ട അവിടെ. ഇതാണ് മക്കളെ 0 പോയിന്റ്. സോനാമർഗിൽ നിന്നും 0 പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്ററിൽ അധികമാണ്. 1.5 മണിക്കൂർ താണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സോനാമർഗിൽ നിന്ന് 0 പോയിന്റിലേക്ക് എത്തുന്നത് കേട്ടോ. ഇവിടുന്ന് കാർഗിലേക്ക് 96 കിലോമീറ്ററും ലേയിലേക്ക് 326 കിലോമീറ്ററാണുള്ളത് കേട്ടോ. ഇവിടെ 11,649 അടി മുകളിലാണ് ഇപ്പോൾ നമ്മൾക്ക് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. 0 പോയിന്റിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെയാണ് മഞ്ഞിൽ കളിക്കാൻ പോകുന്നത്. ആ കാണുന്ന കവാടാണ് കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ബോർഡറിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അവിടെ ഇറങ്ങണമെന്ന് ചോദിക്കണേ. बेटर कहाँ से? सारा बेटर हाँ इधर है इधर है इधर है. थोड़ी भीड़ भी कम है ना इस बार का सर. हाँ അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ
ലേ ലഡാക്ക് പോകുന്ന ബോർഡറിൽ അത് 0 പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് 0 പോയിന്റ് കേട്ടോ. പിന്നെ അതാണ് 11,649 ഫീറ്റ് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 0 പോയിന്റ്. അത് ലേ ലഡാക്കിൻ്റെ ബോർഡറിൻ്റെ ലഡാക്ക് പോണ വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് 0 പോയിന്റ്. സോനാമാർഗിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട് 0 പോയിന്റിക്ക്. ഓ ബാക്കിൽ കണ്ടുണ്ടോ ഒക്കെ മഞ്ഞ, ഫുൾ മഞ്ഞ് സീനട്ടോടെ മഞ്ഞുണ്ട്, പിന്നെ പച്ചപ്പുണ്ട്. ഇവിടെയൊക്കെ പച്ചപ്പ് കുറച്ചപ്പുറം, അവിടെ മഞ്ഞും. പൊളി ഒരു രക്ഷയില്ല. നല്ല കിതപ്പ് ഇങ്ങനെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു കിതപ്പുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വാ എന്താ അപ്പോൾ നമ്മൾ മഞ്ഞിലേക്ക് കയറണ്ടോ? ഇവിടെ മഞ്ഞില്ല, പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമായി മഞ്ഞിലേക്ക് എത്തിയാണ് ഗേസ്. മഞ്ഞ് 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 നാട്ടിലിങ്ങനെ നിന്നോളി, മഞ്ഞിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മുകളിലൊക്കെ ഗൂഗിള് അവിടെയൊക്കെ ഉണ്ട്. മേൽഭാഗം കേട്ടോ, മണ്ണുള്ളു. അടിഭാഗം പെണ്ണു മഞ്ഞ് ആമൂര് മഞ്ഞ് ആമയൂർ മഞ്ചേരി കാശ്മീരിൽ എത്തിയിരിക്കുന്നു. ആമയൂർ മഞ്ചിൽ നിന്ന് കാശ്മീരിൽ എത്തിക്കുന്നു.
ഇതാണ് മഞ്ഞ് മക്കളെ, മഞ്ഞ്. നല്ല മഞ്ഞുണ്ട്, കിട്ടില്ല മഞ്ഞ്. മഞ്ഞിന് മഞ്ഞ്, പച്ചപ്പിന് പച്ചപ്പ്. അവിടെ ഒരാള് കടന്നു വരുന്നുണ്ട്. ഇവിടെ അവിടെ ഒരാൾ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? അവിടെ ഒരാളുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഉണ്ടാക്കുന്നത്? എങ്ങനെ ആവോ? സ്നോ വലിയ ഉരുളാക്കി തലയാക്കി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി മതി പഠിച്ച്. അതാരാ പൂച്ചക്കുട്ടിയോ? നായ്ക്കുട്ടിയായി കറക്റ്റ്. എപ്പോ ഇതാണിത്. ഇവിടെ ഒരാളുണ്ടാക്കുന്നുണ്ട്, ഐസ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കോ. ഓക്കെ, അതാണ് ബോർഡർ കേട്ടോ, ലഡാക്കിൻ്റെ ബോർഡർ. ആ കാണുന്നത് ലഡാക്കിൻ്റെ ബോർഡറാണ്. ഇത് കാർഗിൽക്ക് ഇവിടുന്ന് 96 കിലോമീറ്റർ, ലേക്ക് 326 കിലോമീറ്റർ, പിന്നെ വിജായക് 55. അങ്ങനെ നമ്മൾ മഞ്ഞിലൊക്കെ കളിച്ച് നമ്മൾ വീണ്ടും ശ്രീനഗറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ശ്രീനഗറിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു ലാൻഡ് മാർക്ക് ഇവിടെ കണ്ടത് കേട്ടോ. ആ ലാൻഡ് മാർക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഫിയർലെസ് 55, ദ ഡെയറിങ് ഡു 762, ആൾവേസ് വിക്ടോറിയസ് വിജായക്. ഫിയർലെസ് 55 എന്ന് പറയുന്നത് BRIയുടെ കീഴിലുള്ള 55 RCC റോഡ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന യൂണിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ ഡെയറിങ് ഡു 762 എന്ന് പറയുന്നത് ഇത് 762 ബോർഡർ റോഡ് ടാസ്ക് ഫോഴ്സിൻ്റെ മോട്ടോയും പെരുമയുമാണ്. ഡെയറിങ് ഡു എന്നാൽ ധീരവും സാഹസികവുമായ പ്രവർത്തികൾ എന്നാണ് അർത്ഥം. ആൾവേസ് വിക്ടോറിയസ് വിജായക് എന്നാൽ ലഡാക്ക് മേഖലയിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്ന പ്രൊജക്ട് വിജായകിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ മഞ്ഞ് ടാറ്റ പറഞ്ഞുകൊണ്ട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. കുറേ നേരം കളിച്ചു. അപ്പോൾ 0 പോയിന്റ് പോവാണ്. പാട്ട് മാറ്റിയാൽ മതി, മറ്റേ
പെണ്ണിന്റെ അല്ലേ? घास खिलाने ले जाते हैं डायरी बताइए। बस आप जाएंगे 5 मिनट के बाद वापस आएंगे महीना ബേ 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 ഉജിലട്ടണിലാണ് കാണുന്നത്. എന്റെ ആവശ്യം എനിക്ക് അത്രയും കാണുന്നുണ്ട് ഇല്ലല്ലോ. നല്ല ക്ലിയർ ഉണ്ട്. ഇവിടെ ക്ലൈമറ്റ് വേറെ ക്ലൈമറ്റിനനുസരിച്ച്. അങ്ങനെ നമ്മൾ 0 പോയിൻ്റിൽ നിന്ന് സോനാമർഗിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്ന കാഴ്ച കണ്ടില്ല, നല്ല കൊക്കയാണ് കേട്ടോ. അടിപൊളി കൊക്കയാണ്. വീണാൽ ഒരു പൊട്ടി പോലും കിട്ടില്ല, അത്ര നല്ല ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. നിങ്ങളടിയിൽ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ടാവും, ചെറിയ പെട്ടിക്കൂടായിട്ട് കാണുന്നുണ്ട്. അത്രയും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോച്ചില പാസ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ ഇനി സോനാമർഗിലേക്കാണ്. സോനാമർഗ് നേരെ ശ്രീനഗറിലേക്ക്. അപ്പോൾ ഡ്രൈവർ നമ്മോട് ചോദിക്കുന്നത് കേരളം എങ്ങനെയാണ്, ഇങ്ങനത്തെ മലകളുണ്ടോ, മരങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ചെറിയ ചെറിയ മരങ്ങളാണ്, വലിയ വലിയ ഇങ്ങനത്തെ പർവ്വത നിരകളൊന്നുമില്ല, ചെറിയ മലകളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. ഇവർ കേരളം കണ്ടിട്ടില്ല, അപ്പോൾ കേരളത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോനാമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേരള പല highlighted which thing is highlighted most കേരള കൾട്ടിവേഷൻ tea cultivation is most അതൊക്കെ പിള്ളേരുണ്ട് കേട്ടോ. ഒക്കെ ഒരു ചെറിയ ഇവിടെ ഒരു കൈവരി കൂടിയില്ല, അതിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. എങ്ങനെയാ അങ്ങനെ നമ്മൾ സോനാമർഗ് മാർക്കറ്റിൽ എത്തി. നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് സോനാമർഗ് ടൗണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ പഴയ ക്യാബിലേക്ക് തന്നെ തിരിച്ചു കയറുകയാണ്. ഇവിടുന്ന് നേരെ ശ്രീനഗറിലേക്ക്.
പിന്നെ ഇത് അങ്ങനെ നമ്മൾ സോനാമർഗിൽ നിന്ന് ശ്രീനഗറിൽ വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ബലി പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല റഷ് വരുന്ന സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നല്ല റഷ് വരുന്ന സമയമാണ്. പിറ്റേന്ന് പെരുന്നാളിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആളുകൾ മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓരോ കാറിൻ്റെ ബാക്കിലേക്ക് ആടിനെ കെട്ട് പോകുന്നത് കാണാം. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സ്കൂട്ടറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ബാക്കിലേക്ക് ആടിനെ ഇട്ട് പോകുന്നത് കാണാം. കാരണം നാളെ വലിയ പെരുന്നാളായതുകൊണ്ട് ഇവിടെ സ്വമേധയായിട്ട് ആടിനെയാണ് ഇറക്കുന്നത്. അതേപോലെ പോത്തിനെ ഇറക്കുന്നത് സ്വമേധയ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ആടിനൊക്കെ ഈ കാറിൻ്റെ ഡിക്കിയിലേക്ക് ഇട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാറായി. നമ്മൾ കാശ്മീരിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാം. കാശ്മീരിൻ്റെ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ഗുഡ് ബൈ. സൈനിങ് ഓഫ് അമ്ര ലൈഫ്.